എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മാജിക് റെസിപ്പീസ് ബൈ ഷാഹിദ. സുഖാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും. കഴിഞ്ഞ ആഴ്ചയിൽ ഞാനിട്ട ഒരു ചിക്കൻ സ്റ്റ്യൂ, അത് വളരെ നല്ല അഭിപ്രായമാണ് എല്ലാവരുടെ അടുത്തും കിട്ടുന്നത്. തീർച്ചയായിട്ടും നല്ല രീതിയിൽ റീച്ച് ആകുന്നുണ്ട്. സന്തോഷം. നിങ്ങളുടെ സപ്പോർട്ടിന് തിരിച്ചും അങ്ങനെ തന്നെ ഉണ്ടാകും, തുടർന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ സ്പെഗറ്റി വിത്ത് റിസോട്ടോ സോസ്. പേര് കേൾക്കുമ്പോൾ പേടിക്കണ്ട കേട്ടോ. നമ്മൾ 7 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ പോകുമ്പോൾ ഇതുപോലെ ഭീകരമായ പേരൊക്കെ കേൾക്കും. പക്ഷെ എന്താണ് ഈ സംഭവം, എങ്ങനെയാ ഇത് ഉണ്ടാക്കുക എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. ഒരു പ്ലേറ്റിൽ കുറച്ചായിട്ട് ഈ സംഭവം കൊണ്ടുതരും, ഈ ഡിഷ് നമുക്ക് കൊണ്ടുതരും. ആ സമയത്ത് നമ്മൾ ഇത് എങ്ങനെയാ കഴിക്കുക, എങ്ങനെയാ ഇതിന്റെ റെസിപ്പീസ് തുടങ്ങിയ കാര്യങ്ങളൊന്നും, ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് അറിയാൻ പറ്റുണ്ടാവില്ല. ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും ഈ പേരൊക്കെ കേൾക്കുന്നത് തന്നെ. കോണ്ടിനെന്റൽ ഡിഷിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ആദ്യമായിട്ടായിരിക്കും ചില പേരുകൾ കേൾക്കുന്നത്. എനിക്കും പറ്റിയിട്ടുള്ളതാട്ടോ ഇതൊക്കെ തന്നെ. ആദ്യമായിട്ട് ഈ പേര് കേൾക്കുമ്പോൾ എന്താ സംഭവം, ചിക്കൻ്റെ ഒരു ഡിഷാണിത്, പക്ഷെ എന്താ സംഭവം എന്നുള്ളൊരു ആശങ്ക നമുക്ക് ഉണ്ടാവും. നമുക്ക് ഇന്ന് ഈ സംഭവം ഒന്ന് ഉണ്ടാക്കിയാലോ. ഒരു ഇറ്റാലിയൻ ഡിഷാണ്. 5 സ്റ്റാർ ലെവലിലൊക്കെ പോകുമ്പോൾ നമുക്ക് കഴിക്കാൻ കിട്ടുന്ന ഒരു ഡിഷ് നമുക്കൊന്ന് പരീക്ഷിക്കാം. അപ്പോൾ മാജിക് റെസിപ്പീസിൽ ഇന്നത്തെ വിഭവം ചിക്കൻ സ്പെഗറ്റി വിത്ത് റിസോട്ടോ സോസ്. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ചിക്കൻ സ്പെഗറ്റി വിത്ത് റിസോട്ടോ സോസ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ മഷ്റൂം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. തോലെല്ലാം കളഞ്ഞ് മഷ്റൂം റെഡിയാക്കി വെച്ചു. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. മഷ്റൂം ആദ്യം കട്ട് ചെയ്തെടുക്കാം. ഒരു വലിയ മഷ്റൂം 4 പീസ് അളവിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ? മഷ്റൂംസ് എല്ലാം നമ്മൾ വൃത്തിയായി കട്ട് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ നമുക്ക് ക്യാരറ്റൊക്കെ കട്ട് ചെയ്തെടുക്കാനുണ്ട്, സവാള കട്ട് ചെയ്തെടുക്കാനുണ്ട്, വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് കാണിക്കാം. ഒനിയൻ നമുക്ക് ചോപ്പ് ചെയ്ത പോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ വളരെ ചെറുതായിട്ട് ആദ്യം കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇത് അതിലും ചെറുതായിട്ട് കട്ട് ചെയ്യാം. വെളുത്തുള്ളി ചോപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം സ്ക്വയർ പോലെ. ഇവിടെ ഞാൻ നട്ടുവെച്ച പാർസലി എല്ലാം കരിഞ്ഞു പോയിട്ടോ. ഇതിപ്പോൾ പുറത്തുനിന്ന് വാങ്ങിയതാണ്, മാർക്കറ്റിൽ നിന്ന് വാങ്ങിയതാണ്. കാരണം നല്ല വെയിലല്ലേ, അതുകൊണ്ട് പാർസലി കരിഞ്ഞു പോയി. ഏതായാലും നമുക്ക് ഈ പാർസലി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഒന്ന് മിഡിലിൽ കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ചോപ്പ് ചെയ്ത പോലെ നമ്മളിപ്പോൾ വെളുത്തുള്ളിയും സവാളയെല്ലാം കട്ട് ചെയ്തില്ലേ, അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. ക്യാരറ്റും സെല്ലറിയും നമുക്കിത് ബോയിൽ ചെയ്തിട്ട്, ഒലിവ് ഓയിൽ ബോയിൽ ചെയ്തിട്ട് നമ്മുടെ ഡിഷിൻ്റെ കൂടെ വെക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ഒരു ക്യാരറ്റും സെല്ലറിയുടെ ഒരു തണ്ട് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. സ്ലൈസ് ചെയ്തെടുക്കാം. നമ്മളപ്പോൾ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാണ് എടുത്തിരിക്കുന്നത്. വെജിറ്റബിൾസ് എല്ലാം നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചു. അപ്പോൾ ആദ്യം തന്നെ ഈ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസാക്കിയ ശേഷം നമുക്ക് കുറച്ച് ഉപ്പും കുരുമുളകും തൂവി കൊടുക്കാം. ഉപ്പ് കുറച്ച് ചേർത്ത് കൊടുക്കുകയാണ്. ക്രഷ്ഡ് കുരുമുളക് പൊടി ഒരു പിഞ്ചളവിൽ. ഇതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് നല്ല പോലെ മിക്സ് ചെയ്ത് വെക്കാം. എല്ലാം നന്നായി മിക്സ് ചെയ്തു. ഇനി ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഒലിവ് ഓയിലാണ് നമ്മളിത് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അറിയാലോ, ഇങ്ങനത്തെ കോണ്ടിനെൻ്റൽ ഡിഷൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ ഒലിവ് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഒലിവ് ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാം.
ഇത്രയും മതിയാവും. ഷാലോ ഫ്രൈ ചെയ്യുമ്പോൾ എപ്പോഴും ഫ്ലെയിം കുറച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇതാ നമ്മുടെ ചിക്കൻ പതുക്കെ എടുത്ത് വെച്ച് കൊടുക്കാം. ഫ്ലെയിം നന്നായി കുറച്ച് കൊടുക്കാം. നമുക്കൊന്ന് അടച്ചു വെക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം നമുക്ക് ഇതെടുത്ത് മാറ്റിയിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാം ഒന്ന് മറിച്ചിടാം. വീണ്ടും അടച്ചു വെച്ചിട്ട് 5 മിനിറ്റ് കൂടെ നമുക്ക് മറുഭാഗവും വേവിച്ചെടുക്കാം. ഒരു വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. അടച്ചു വയ്ക്കാം. ഷാലോ ഫ്രൈ ആയെന്ന് തോന്നുന്നു. നമുക്ക് ഇതെല്ലാം ഒന്ന് എടുത്ത് മാറ്റാം. ഇതിലേക്ക് നമ്മുടെ ചിക്കനെല്ലാം എടുത്ത് മാറ്റാം. എല്ലാം നമ്മൾ ഷാലോ ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി. ഇനി ഇതിലേക്ക് നമുക്ക് മഷ്റൂം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇട്ട് കൊടുക്കാം. മഷ്റൂം ഇട്ട് കൊടുക്കാം. മഷ്റൂം ഇട്ട് കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, മൊത്തത്തിൽ അങ്ങ് കുടഞ്ഞിട്ട് കൊടുക്കരുത്, ഒന്നൊന്നായിട്ട് പെറുക്കി ഇട്ട് കൊടുക്കണേ. കാരണം ഇതിങ്ങനെ നമുക്ക് 2 ഭാഗവും അത്യാവശ്യം മുരിഞ്ഞ് വേണം കിട്ടാനായിട്ട്. അല്ലാത്ത പക്ഷെ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ വെള്ളത്തിൻ്റെ ഒരു കണ്ടന്റ് ഉണ്ടല്ലോ മഷ്റൂമിൽ, അതുകൊണ്ട് ഇത് വെന്ത് പോവാൻ പാടില്ല. അതുകൊണ്ട് ഒന്നൊന്നായിട്ട് നമുക്ക് പെറുക്കി വെച്ച് കൊടുക്കാം. ഇതെല്ലാം നമുക്കൊന്ന് തിരിച്ചു വെച്ച് കൊടുക്കാം. ആദ്യത്തെ ഒരു സ്റ്റെപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ടായല്ലോ, അതെല്ലാം ഒന്ന് മറച്ചുകൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ ഷാലോ ഫ്രൈ ചെയ്തെടുത്ത നമ്മുടെ മഷ്റൂം എല്ലാം പാകമായിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പിലാണ് ഞാനിത് ഇട്ടിരിക്കുന്നത്. ഇത്രയും എല്ലാം കൂടി ഒരുമിച്ചിട്ടില്ല. ഇത് നമുക്ക് എടുത്ത് മാറ്റാം. കുറച്ചുകൂടെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ മഷ്റൂം 2 സ്റ്റെപ്പ് ഉണ്ടായിരുന്നതെല്ലാം നമ്മൾ നല്ലപോലെ ഷാലോ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി തിരിച്ച് ഈ പാത്രത്തിലേക്ക് തന്നെ നമുക്കിത് ഇട്ട് കൊടുക്കണം. ഈ ഒലിവ് ഓയിലിൻ്റെ ഒരു അംശമൊക്കെ ഇരിക്കുന്നുണ്ടോ, അതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം. ഈ ഒരളവിൽ ബട്ടർ ഇട്ട് കൊടുക്കാം. കുറച്ച് ഫ്ലെയിം ചേർത്ത് വെച്ച് കൊടുക്കാം. കേട്ടോ, ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള നന്നായിട്ട് ചോപ്പ് ചെയ്തിട്ട് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ശരിക്കും വഴങ്ങി മഷി പോലെ കിട്ടണം. അതുകൊണ്ടാണ് ഇതിൻ്റെ സോസ് എല്ലാം ചേർന്ന് കഴിയുമ്പോൾ. അപ്പോൾ നമ്മുടെ ബട്ടറിൽ കിടന്നിട്ട് സവാള ഒന്ന് വഴങ്ങി വരട്ടെ. ഒരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട്, പിന്നെ അളവ് അധികം പാടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ഗാർലിക് ചേർത്ത് കൊടുക്കണം. ഗാർലിക് നമ്മളിവിടെ ഒരു 4-5 വലിയ അല്ലി ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചേർത്ത് കൊടുക്കാം. ഇത് ചിക്കൻ സ്റ്റോക്കാണ്. ചിക്കൻ സ്റ്റോക്ക് ഒരു 1/2 കപ്പ് ചൂടുവെള്ളത്തിൽ നമ്മൾ മിക്സ് ചെയ്തെടുത്തേക്കാണ് കേട്ടോ. അത് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. മാഗിയുടെ ചിക്കൻ സ്റ്റോക്ക് ക്യൂബായിട്ട് വാങ്ങിക്കാൻ കിട്ടില്ല, അതാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നേരെ ഫ്ലെയിമിലിട്ട് നല്ലപോലെ തിളച്ച് വരട്ടെ. ഒന്ന് അടച്ച് മൂടി വെച്ച് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്ക് പതുക്കെ ഇത് തുറന്നു നോക്കാം. സോസ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ക്രീം ഒഴിച്ച് കൊടുക്കേണ്ടതുണ്ട്. കുക്കിംഗ് ക്രീമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. 1 കപ്പ് അളവിൽ നമുക്ക് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഒരു 5 മിനിറ്റ് ചെറിയ ഫ്ലെയിമിലിട്ടത് വേവിച്ച ശേഷമാണ് കേട്ടോ നമ്മൾ ക്രീം ഒഴിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ക്രീം ഒഴിക്കരുത്. ക്രീം ഒഴിച്ചു കൊടുക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ക്രീം വേണം. 1/2 കപ്പ് ചെറു ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം.
ഇതിൻ്റെ കൂടെ നമുക്ക് ഒറിഗാനോ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒറിഗാനോ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ അളവിൽ ഒറിഗാനോ ചേർത്ത് കൊടുക്കാം. ചതച്ച കുരുമുളക് പൊടി അതും ചേർത്ത് കൊടുക്കാം. നിറച്ച 1 ടീസ്പൂൺ അളവ്. നല്ലപോലെ മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് പാസ്ലി ലീഫ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം കേട്ടോ. അതിനുശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഷാലോ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ ഇട്ട് കൊടുക്കാം. നന്നായി ഇതുപോലെ പെറുക്കി വെച്ച് കൊടുക്കാം കേട്ടോ. അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സോസിൽ ഈ ചിക്കൻ ഒന്ന് മിക്സ് ചെയ്ത് കിടന്നൊന്ന് വെന്ത് കിട്ടട്ടെ. കുറച്ചുകൂടെ ഒന്ന് വെന്ത് കിട്ടാനുണ്ടല്ലോ. അപ്പം ഒരു 10 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ കിടന്ന് ഇതൊന്ന് വെന്ത് കിട്ടട്ടെ. അപ്പം നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. ഒരു 10 മിനിറ്റായി നല്ലപോലെ തിളക്കുന്നുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. സോസൊക്കെ കുറുകി നമ്മുടെ ചിക്കനും അത്യാവശ്യം നന്നായി വെന്ത് മഷ്റൂമും വെന്ത് വന്നിട്ടുണ്ട്. നമ്മളിവിടെ സ്പെഗറ്റി വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. സ്പെഗറ്റി ഈ സോസിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കേണ്ടത്. സ്പെഗറ്റിയുടെ കൂടെയാണ് ഏറ്റവും നല്ല കോമ്പിനേഷൻ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് സ്പെഗറ്റി ഒന്ന് ഈ സോസിൽ ഇത് എടുത്ത് മാറ്റിയിട്ട് ആദ്യം തന്നെ നമ്മളിതിൻ്റെ മഷ്റൂമും ചിക്കനും എല്ലാം മാറ്റിയിട്ട് ഇതിൻ്റെ സോസ് കുറച്ചുണ്ടാവുമല്ലോ, അതിലൊന്ന് സ്പെഗറ്റി മിക്സ് ചെയ്തെടുക്കാം. സ്പെഗറ്റി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. സ്പെഗറ്റി ചേർത്ത് കൊടുത്തു. ഈ സോസിലൊന്നെല്ലാം കൂടി ചേർത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. സെർവിങ് പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റണമല്ലോ. അതിനു മുമ്പ് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ചിക്കൻ സ്പെഗറ്റി വിത്ത് റിസോട്ട സോസ്. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടമാവും. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടമാവും. നമ്മൾ പുറത്ത് പോയി കഴിക്കുന്നതിനേക്കാളൊക്കെ നന്നായിട്ട് നമുക്കിത് വീട്ടിലുണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കാം. ഒരു ഇറ്റാലിയൻ ഡിഷാണ് നമ്മളൊന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. മഷ്റൂം, ചിക്കൻ എല്ലാം ചേർത്തിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെഡർ ചീസ് വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ചേർത്ത് നമുക്കിന്ന് ഉണ്ടാക്കിയ ചിക്കൻ സ്പെഗോട്ടി വിത്ത് റിസോട്ടോ സോസ് കഴിക്കാം. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷ്. ഇത് ഒരു സൈഡ് ഡിഷാണ്. സെല്ലറിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബീൻസ് അല്ല കേട്ടോ, ക്യാരറ്റും സെല്ലറിയും. അപ്പൊ എല്ലാവർക്കും ഇഷ്ടമായി കാണുമല്ലോ അല്ലേ? അഭിപ്രായങ്ങൾ പറയണേ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയ ചിക്കൻ സ്പെഗോട്ടി വിത്ത് റിസോട്ടോ സോസ് മനസ്സിലായല്ലോ എന്താ സംഭവം എന്നുള്ളത്. സ്പെഗറ്റി വെച്ചിട്ട് ഉണ്ടാക്കുന്ന ചിക്കൻ്റെ റെസിപ്പീസും വെച്ച് ഉണ്ടാക്കുന്ന ഒരു ചെറിയ ഡിഷേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയറും കമന്റും തരാൻ മറക്കരുത്. തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ട് എന്നും ഉണ്ടാവണം. എല്ലാവരും സേഫ് ആയിരിക്കുക. വീട്ടിൽ തന്നെ മാക്സിമം അനാവശ്യമായിട്ട് പുറത്തു പോവാതെ വീട്ടിൽ തന്നെ മാക്സിമം കഴിച്ചു കൂട്ടാൻ ശ്രമിക്കുക. ആഘോഷങ്ങളൊക്കെയാണ് വരുന്നത്, സെലിബ്രേഷനൊക്കെയാണ് വരുന്നത്, ഒക്കെ സമ്മതിച്ചു എങ്കിൽ കൂടിയും നമ്മുടെ ജീവൻ നമുക്ക് വിലപ്പെട്ടതാണ്. തീർച്ചയായിട്ടും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ താങ്ക് യു വെരി മച്ച്.